എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ ചാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്ന ഓഗസ്റ്റ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് 2026. Page of Wands, Four of Wands, Knight of Pentacles, Ten of Wands, Temperance, അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു മാസം എന്ന് പറയാം. അതേപോലെ തന്നെ പേജ് ഓഫ് ഫോൺസും ടെമ്പറൻസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് മാത്രമല്ല, ജീവിതത്തിലൊരു സ്ഥിരത, സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും. പല കാര്യങ്ങളും സ്ഥിരതക്കുറവ് നിങ്ങൾ ചിന്തിച്ചിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മൂലമാണ് എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജീവിതം മെച്ചപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലോടൊരു പേഴ്സ്പെക്റ്റീവ്, ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സ്ഥിരത ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ജീവിതത്തെ ഒരു സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങും. സീരിയസ് ആയിട്ട് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു മോഡറേഷനിൽ കാര്യങ്ങൾ ചെയ്യുന്നു, കുറച്ചുകൂടി ക്ഷമ ജീവിതത്തിൽ കാണിക്കാൻ തുടങ്ങുന്നു. അതേപോലെ നിങ്ങൾ ഭയങ്കര ഫോക്കസ് ചെയ്തൊരു കാര്യം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഭയങ്കര ഫോക്കസ് ചെയ്ത് ചെയ്യുന്നു, പക്ഷേ എല്ലാം പെട്ടെന്ന് നടക്കണം എന്നുള്ളത് എന്തുകൊണ്ട് ശരിയായി. അതായത് ഒരു കാര്യം ചെയ്യാൻ നോക്കിയാൽ അതൊരു 10 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം തുടങ്ങി എന്തായെന്ന് ചോദിക്കാൻ തുടങ്ങും. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ മാസം പൂർത്തിയാകുന്നു. മാസം 10 വീഡിയോ ചെയ്ത് ആ മാസത്തിൻ്റെ 10-ാം തീയതി ആവുന്നതിന് മുമ്പ് തന്നെ ഒന്നും നടന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മാസം പൂർത്തിയായിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഒന്നും നടന്നില്ല എന്ന് പറയും. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ചില സിറ്റുവേഷനിൽ മറുപടി കൊടുക്കുമ്പോൾ അവർ പറയുന്നത് അത് നടക്കാനൊന്നും സാധ്യതയില്ല. അപ്പോൾ അവർ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. ഇത് നടക്കില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങളെ പുറകോട്ടേക്കാണ് വലിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പിന്നെ എന്താണ് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ പൊതുവേ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് പോസിറ്റീവ് ആകും. സാമ്പത്തിക നേട്ടമാണ് എല്ലാം എന്ന് പല സമയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനവും സ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. കാരണം ഫാമിലി ലൈഫിലൊരു സ്ഥിരത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്യൂട്ടിഫുൾ ബാലൻസ് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി, ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ജോലി ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സാധാരണ ഒരു ജോലി ചെയ്ത് പോകുന്നു സ്ഥിരമായിട്ട്. അതങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളും ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിലൊരു തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ഒരു വ്യത്യസ്തതയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ, അത് ചെയ്തത് നിങ്ങളാണെന്ന് നാലാളെ തിരിച്ചറിയുമ്പോൾ കൂടുതൽ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ്, ക്ലയൻറ്റ്സ് വരാം. നിങ്ങളെ മനസ്സിലാക്കുന്ന രീതി, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാം. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം മാറ്റം വരാം. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ ലിമിറ്റ്ലെസ് ആണ്. നിങ്ങളുടെ കഴിവുകൾ, അതിന് അതിരുകളില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന ഒരു ലാക്ക് ഓഫ് അംബീഷൻ ഉണ്ട്. അതായത് നിങ്ങൾ അംബീഷ്യസ് അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എനിക്കിത് ചെയ്യണം, എന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെയുള്ള ചിന്ത, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനുള്ളൊരു ചാൻസ് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 4 of Wands and 10 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് പറയാൻ എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ നിങ്ങളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോറ്റുപോയിട്ടുള്ള ഒരാളാണെങ്കിൽ, ശ്രമിച്ചാൽ ആണ് തോക്കുക ജയിക്കുക നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. ശ്രമിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. ആ ശ്രമിച്ച കാര്യം, നിങ്ങൾ തോറ്റുപോയത് എന്താണെന്ന് മനസ്സിലാക്കുകയും വീണ്ടും ശ്രമിക്കുകയും ചെയ്താൽ വിജയത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇനിയും ശ്രമിക്കുക എന്നുള്ളത്. കാരണം ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുള്ള ഒരാൾ വീണ്ടും ബിസിനസ്സിലേക്ക് പോകാൻ ശ്രമിക്കാറില്ല. വലിയൊരു തുകയ്ക്കുള്ള ആ ഒരു രീതിയിലേക്ക് പോകാതെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ മുന്നോട്ടേക്ക് പോവാം. പിന്നെ ഒരിക്കൽ തോറ്റുപോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി ആ കാരണം വീണ്ടും സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ.
ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു മനസ്സമാധാനമൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മൾ വിലയൊന്നും കൊടുക്കില്ല. വലിയ വലിയ കാര്യങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വലിയ കാര്യത്തിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഡ്രാമ സിറ്റുവേഷനൊക്കെ കാണിക്കുക. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലേക്ക്, അപ്പോൾ അവർ ഒരു ഡ്രാമ സൃഷ്ടിക്കുന്നുണ്ടാവും. അതിലൊന്നും പോയി ചെന്ന് വീഴാതിരിക്കുക. ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അത് ഒത്തുതീർപ്പാക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ സ്വഭാവം മാറ്റി വയ്ക്കുക. അവർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തീർത്തോളും. പിന്നെ മധ്യസ്ഥത നിൽക്കാൻ ആരെങ്കിലും ടെമ്പറൻസ് എനർജിയുണ്ട്, മധ്യസ്ഥത നിൽക്കാൻ ആരെങ്കിലും ചോദിച്ചാൽ നിൽക്കാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പറ്റിയ പണിയല്ല. അവസാനം നിങ്ങളുടെ തലയിലാവും നിങ്ങളാണ് ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ സജസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അതവർ ചെയ്ത് കഴിയുമ്പോൾ അത് വർക്കായില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്തേ എന്നുള്ള രീതിയിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പോകാതിരിക്കുക. എനിക്കതിലൊന്നും പറയാനില്ല, എന്ത് പറയാനാണ്, നിങ്ങളുടെ ഇഷ്ടം എന്ന് മാത്രം പറയാം. അല്ലാതെ പക്ഷേ അത് നിങ്ങളുടെ തലയിലാവും. അതേപോലെ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ നിർത്തിവെക്കേണ്ടുന്ന ചില കാര്യങ്ങളായിരിക്കാം, അത് നിങ്ങളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചില ബന്ധങ്ങളായിരിക്കും. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊരു ഒബ്ലിഗേഷനാണ്, ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ചിന്തയാണ്. അതൊന്നുമില്ല. നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ അതവിടെ വേണ്ടെന്ന് വെച്ചോ, അത്രേ ഉള്ളൂ. വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യാതിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളായിരിക്കണം ഏറ്റവും വലിയ പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ള ബേർഡൻ നിങ്ങൾ കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചിട്ടല്ല ജീവിക്കേണ്ടതെന്ന് കൂടി പറയുന്നു. ഓക്കെ. അതേപോലെ തന്നെ 4 ഫോൺസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്പോൾ ഇവിടെ വീട് പണി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാത്തവർക്ക് വീട് പണി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സെലിബ്രേഷനുണ്ട്, പ്രോസ്പെരിറ്റി കാര്യങ്ങൾ. അപ്പോൾ വീട് പണി തീർന്ന് കയറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവും. ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ആദ്യമായിട്ട് പാല് കാച്ചൽ, വെഞ്ചിരിപ്പ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചൊരു സ്റ്റെബിലിറ്റി ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചിന്തിക്കും, അവർക്ക് സങ്കടമാവില്ലേ എന്ന് വെച്ചാൽ നിങ്ങളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, ഒരു ബ്രാൻഡ്, ഒരു വാച്ച് അതിട്ടിട്ട് നിങ്ങൾ ആ വ്യക്തികളുടെ അടുത്ത് പോകാതിരിക്കാൻ നിങ്ങൾക്ക് അത്ര വിഷമമാണെങ്കിൽ മറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാകും, നിങ്ങൾക്ക് അതിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ത്യജിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് അതിനുള്ളത് അത് അവരുടെ ജീവിതം. നമ്മളിപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ചില ബ്രദർ സിസ്റ്റേഴ്സ് ആയിരിക്കും, പക്ഷെ അവരുടെ ലൈഫിൽ അത് അവരുടെ ലൈഫാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ട് അസൂയ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പ്രതിവിധിയില്ല. അപ്പോൾ നിങ്ങൾ ഫീലിംഗ് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അധ്വാനിച്ചിട്ടാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പൈസ ഉപയോഗിച്ചിട്ട് ചിലവാക്കുന്ന ഒരു തെറ്റല്ല ഒരിക്കലും എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഗിൽറ്റി ഫീലിംഗ് ഒരിക്കലും തോന്നേണ്ട ആവശ്യമില്ല. കാരണം ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. പാരൻസ് ആയിരിക്കാം, നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും, അവരുടെ സിറ്റുവേഷൻസ് അത്ര നല്ലതായിരിക്കും. നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം ത്യജിച്ച് അവരെ നോക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഒരു ഓൾഡ് മെൻറ്റാലിറ്റി. നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, അത് എൻജോയ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ടെമ്പറൻസ് എനർജി. ലൈഫിൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് മറ്റുള്ളവരുടെ ലൈഫിൽ ബാലൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. പിന്നെ ചില കർമ്മ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ കർമ്മയാണ്. അവരുടെ കർമ്മയിൽ കയറി ഇടപെടുന്നത്, സൃഷ്ടിയിൽ ഇടപെടുന്ന പോലെയാണ്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചില സഹായങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ പൂർണ്ണമായിട്ടുള്ളത് ഏറ്റെടുക്കുന്നത് അത് സൃഷ്ടിക്ക് എതിരാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണെന്നുള്ളത് അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. മറ്റുള്ള ലൈഫിൽ ഇടപെടുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾക്കുള്ള അവസരം വരുന്നുണ്ട്, അത് മുടക്കാതിരിക്കുക. യാത്രകൾ ചെയ്ത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ജീവിതം ആസ്വദിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക.
അതിനുള്ള അവസരം വരുന്നത്. സാമ്പത്തികമായിട്ട് ബിസിനസ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചില ആളുകൾ ഒരു വീട് എടുക്കുന്നുണ്ട്, അത് എക്സ്ട്രാ ഒരു വീട് അത് വാടകയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗ്ഗമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുമാന മാർഗ്ഗം വരുന്നതായിട്ട് ഉള്ളൊരു സൂചന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.